ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ISL ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ബംഗാളാകട്ടെ അവരുടെ കോച്ചിനെ പുറത്താക്കിയിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാൾ അവരുടെ കോച്ചിനെ പുറത്താക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ റൂമറുകൾ വന്നതാണ്. എന്നാൽ മാർക്കസ് അടക്കം കോച്ച് പുറത്താകില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനം കോച്ച് പുറത്താക്കുക തന്നെ ചെയ്തു. ഈ കാര്യം എന്തായാലും ഇന്നലെ ഈസ്റ്റ് ബംഗാൾ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരുന്നു. സോ ആരായിരിക്കും പുതിയ കോച്ച് എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ മാസമാകട്ടെ ഇന്ത്യ വിയറ്റ്നാമിനെതിരെ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ പോകുകയാണ്. എന്തായാലും അതിനോടനുബന്ധിച്ച് ഞാൻ 26 അംഗ സ്ക്വാഡിന്റെ ലിസ്റ്റ് ഇന്ത്യ ഇന്നലെ പുറത്തുവിടുകയുണ്ടായി. നിർഭാഗ്യമെന്ന് തന്നെ പറയട്ടെ, ഈ ഒരു സ്ക്വാഡ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു താരം പോലും ഉൾപ്പെട്ടിട്ടില്ല. വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൂടുതൽ താരങ്ങൾ ഈ ലിസ്റ്റിലേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൈസബിന് എന്തായാലും അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിലേക്കാകട്ടെ ഈ മാസം പുതിയൊരു CEO വരുമെന്ന് പറഞ്ഞായിരുന്നു മാർക്കസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ആരാധകരെല്ലാം ചോദിക്കുന്നത് ആരാണ് നിലവിലെ CEO, അതുപോലെ ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെയാണ്. എന്തായാലും നിലവിലൂടെ നോക്കേണ്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിലാകട്ടെ CEO എന്ന ഒരു പൊസിഷനിൽ ആരും തന്നെ ഇല്ല. സോ ബ്ലാസ്റ്റേഴ്സ് പുതുതായി ഒരു CEOനെ അപ്പോയിന്റ് ചെയ്യാൻ പോകുകയാണ്. ഈ റിപ്പോർട്ട് വന്ന ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ ആരായിരിക്കും പുതിയ CEO എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. IFTWC റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം മുൻ ഒഡീഷ FC ജനറൽ മാനേജർ ആയിരുന്ന അഭിക് ചറ്റർജിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ CEO ആയി നിയമിക്കപ്പെടുന്നത്. എന്തായാലും ഈ വ്യക്തിയെ പറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒഡീഷ FC സൂപ്പർ കപ്പ് അടിക്കുമ്പോഴൊക്കെ എല്ലാം ക്ലബിന്റെ ഭാഗമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് എന്തായാലും ക്രൂഷ്യൽ ഡിസിഷൻസ് ഒക്കെ എടുത്ത് ബ്ലാസ്റ്റേഴ്സിനെ കപ്പിലേക്ക് നയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഗൈസ്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. എന്തായാലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.